അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനിയും തിരികെ വരുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരു യിൻ യാൻ എനർജി ഫീൽ ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യവുമുണ്ട്, അതുപോലെ തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനും ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. മാസ്റ്റർ കാർഡ് തന്നെ വന്നിട്ട് ഹോസ്റ്റിലിറ്റീസ് ആണ്. ഒരുപാട് സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻസ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. കാരണം ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മേ ബി നിങ്ങളുടെ പേഴ്സണ് വളരെയധികം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയോ സ്ട്രഗിൾസ് ആ വ്യക്തി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ദാറ്റ് മീൻസ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു. ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റീയൂണിയന് വേണ്ടിയിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ആ വ്യക്തി ഒരു സിറ്റുവേഷനിൽ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ അതിന് ഉള്ളൊരു സക്സസ് എന്ന് പറയുന്നത് ഒരു ടൈം ഡിലേ കാണുന്നു. അത് ഉടനെ അല്ല, കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഒരു സക്സസ് വരണമെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി പേഷ്യൻസ് ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് ഏഞ്ചൽസിന്റെ സപ്പോർട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആർക്കേഞ്ചൽ മിഖായേൽ, സാമുവൽ, അങ്ങനെയുള്ള വളരെ ശക്തമായ ഏഞ്ചൽസിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുറച്ച് ഫിസിക്കൽ പ്രോബ്ലംസ് ഉള്ളതായിട്ട് കാണുന്നു. മേ ബി ഒരുപാട് നിങ്ങൾക്ക് ഹെഡേക്ക് പോലുള്ള തലയ്ക്ക് ഭയങ്കരമായിട്ടുള്ള വേദന, അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഉദര സംബന്ധമായിട്ടുള്ള ഒരു പെയിൻ വരുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഫിസിക്കൽ പ്രോബ്ലംസ് ഒത്തിരി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ചക്രാസ് പലതും ബ്ലോക്കായിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒട്ടും തന്നെ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നില്ല. മേ ബി അതൊരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് കൊണ്ടായിരിക്കാം. കറൻ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വളരെയധികം സ്ട്രെങ്ത് കുറഞ്ഞു പോയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് കാരണം തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിൽ. നിങ്ങൾക്ക് ഒട്ടും തന്നെ ഒരു പ്രതീക്ഷയില്ലാത്തതുപോലെ, ഒരു സേഫ്റ്റി ഇല്ലാത്തതുപോലുള്ളൊരു ഫീല് നിങ്ങൾക്കുണ്ട്. മേ ബി ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു എക്സ്ട്രാ പോസിബിലിറ്റി ആ വ്യക്തി അന്വേഷിക്കുന്നതായിട്ടും അതുവഴി ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ മനസ്സിൽ വളരെയധികം ബാലൻസ് കാണുന്നുണ്ട്. മേ ബി അത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അത്തരം ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ വളരെയധികം പോസിറ്റീവും നെഗറ്റീവും ഫീൽ ഉണ്ടാക്കുന്ന യിൻ യാൻ എനർജി ഫീൽ ഇവിടെ ഉണ്ട്. അതായത് ഒരേ സമയം തന്നെ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ഈ ഒരു സിറ്റുവേഷൻ മൂവ് ഓൺ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് നിങ്ങൾക്ക് തിരിച്ച് റിലേഷൻഷിപ്പിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ പേഴ്സണും ചിലപ്പോൾ സെയിം ഫീൽ ആയിരിക്കാം. എന്ത് തന്നെ സിറ്റുവേഷൻ ആയിരുന്നാലും ഒരു ദിവസത്തിൽ ഒരു സമയത്തും നിങ്ങളെ ഓർക്കാത്ത ഒരു നിമിഷം പോലും ആ വ്യക്തിയുടെ ലൈഫിൽ ഇല്ല എന്നാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് എനർജി ബ്ലോക്കേജസ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ സ്വയം ഹീലാവുക. ഈ ഒരു സമയത്ത് നിങ്ങൾ പേഴ്സണലി ഹീലാവേണ്ട ഒരു സമയമാണ്. ഓവർ തിങ്കിങ് ഉള്ളവരാണ് നിങ്ങളിൽ പലരും എങ്കിൽ അത് നിങ്ങൾ കുറേശ്ശെയായിട്ട് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് അത് ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നതാണ്. ഓവർ തിങ്കിങ് ഒരു കാര്യത്തിലും നല്ലതല്ല. അത് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിപ്പെടാതെ ഡിലേ ആവുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നും നിങ്ങളിലേക്ക് തിരികെ വരണമെന്നും വളരെ
ശക്തമായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് ശരിക്കും ഒരു ആക്ഷൻ എടുക്കാൻ ഈ ഒരു സമയത്ത് കഴിയുന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ള അത്രയും വലിയ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത്. മേ ബി ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം. അതുമല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരികെ വരണമെന്നും ആഗ്രഹമുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഈ ഒരു സമയത്ത് എന്തുമാത്രം ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളെ മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആ വ്യക്തിയുടെ കയ്യിൽ ഒരു റോസാപ്പൂ ഉണ്ട്. ആ വ്യക്തി വളരെയധികം ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളൊരു മൊമെന്റിലാണ് നിൽക്കുന്നത് പോലും ആ വ്യക്തി വളരെ ശക്തമായിട്ട് നിങ്ങളോടുള്ള പ്രണയം ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. മേ ബി ഇവിടെ ഒരു കുറച്ച് പേർക്കെങ്കിലും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് കാണുന്നത്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. വളരെയധികം ഉത്കണ്ഠപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മേ ബി ഈ ഒരു സമയത്ത് ഒരു വലിയ ചേഞ്ച് നിങ്ങളിൽ അവർ കണ്ടിട്ടുണ്ടാവാം. ഈ ഒരു സിറ്റുവേഷൻ തന്നെ ചിലപ്പോൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് പോയിട്ടുണ്ടാവാം. അതിൽ ആ വ്യക്തി ഒത്തിരി വിഷമിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ചില വ്യക്തികൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റോം വാർണിംഗ് കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതുമല്ലെങ്കിൽ എന്തെങ്കിലും കാസ്റ്റ് റിലീജിയൻ പ്രോബ്ലംസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതുകൊണ്ട് ഇതിലൊരു സ്റ്റോം വാർണിംഗ്, ഒരു കാർമിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഇത്തരം ഒരു സിറ്റുവേഷനിൽ മേ ബി ആ വ്യക്തി നിങ്ങളെ ലെറ്റ് ഗോ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണം എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ വളരെ ശക്തമായ ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എത്രമാത്രം ചേഞ്ചസ് നിങ്ങളിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പേഴ്സണൽ ഹീലിംഗ് ചെയ്യുന്നവരാണ്. പലരും പേഴ്സണൽ ഹീലിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഹീലിങ്ങിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്താലും അത് സക്സസ് ആയിട്ട് വരുന്നു എന്നുള്ള ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ് കാർഡ് നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജ്, നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു സമയം.